തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുറപ്പായി. അന്തിമ തീരുമാനം സന്ദീപ് വാര്യരെ അറിയിച്ചു. ഇന്ന് വൈകിട്ട് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലെത്തും. ജില്ലയിലെ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് സന്ദീപ് വാര്യരുടേത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ജില്ലയിലെ നേതൃത്വത്തിന്റെ വികാരത്തെ മറികടന്നാണോ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം KPCC ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്? ഇനി മാറ്റമുണ്ടാവില്ലല്ലോ. സന്ദീപ് തന്നെ തൃക്കരിപ്പൂരിൽ മത്സരിക്കും, കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ. തീർച്ചയായും അരുൺകുമാർ, സന്ദീപ് വാര്യർ തന്നെ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകും എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ, പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യരെ അന്തിമ തീരുമാനം അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് 4 മണിയോടെ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ എത്തിച്ചേരും എന്നതാണ് ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് മുന്നോടിയായി ജില്ലയിലെ നേതാക്കളെ, വലിയ പ്രതിഷേധം ജില്ലയിലുണ്ട്. ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ തന്നെ തൃക്കരിപ്പൂരിൽ മത്സരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DCC നേതൃത്വവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ അത്തരം പ്രശ്നവുമായി നിൽക്കുകയാണ്. ജില്ലയിലെ നേതാക്കളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും സന്ദീപ് വാര്യർ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ നേതാക്കളെയൊക്കെ ഫോണിൽ വിളിച്ച് തനിക്ക് പിന്തുണ നൽകണം, ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്ന് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ എതിർപ്പുണ്ടായിരുന്നു. ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. പരസ്യ പ്രതികരണം DCC പ്രസിഡന്റ് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ DCC യോഗം 10 മണിക്ക് ചേരുകയാണ്. എന്താണ് അതിൽ തീരുമാനമെടുക്കുക, ഏത് നിലപാട് സ്വീകരിക്കണം? ഇന്നലെ പറഞ്ഞത് സന്ദീപ് വാര്യർ ആണെങ്കിൽ അതിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും, അത്തരം സൂചനകളാണ് ലഭിച്ചത്. പരസ്യ പ്രതികരണങ്ങളിലേക്ക് മറ്റു നേതാക്കൾ കൂടി പോകും എന്ന വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു. അപ്പോൾ ഈ DCC യോഗം ചേർന്ന് ഇതിലെന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ ഈ നടത്തുന്ന അനുനയ നീക്കങ്ങൾക്ക് ഇവിടുത്തെ നേതാക്കൾ വഴങ്ങുമോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതും കൂടി എന്തായാലും നമുക്ക് ബോധ്യമാകും. ഇന്ന് വൈകിട്ട് തന്നെ സന്ദീപ് വാര്യർ മണ്ഡലത്തിലെത്തും. നാളെ തന്നെ ഔദ്യോഗികമായ പ്രചരണം ആരംഭിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന് മുന്നോടിയായാണ് ജില്ലയിലെ നേതാക്കളെ ഫോണിൽ വിളിച്ചുകൊണ്ട് അനുനയ ശ്രമങ്ങളും കൂടി എന്തായാലും നടത്തുന്നത്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തൃക്കരിപ്പൂർ എന്നത് ഇടതു കോട്ടയാണ്. LDF മാത്രം വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 26,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് M രാജഗോപാലൻ അവിടുന്ന് വിജയിച്ചത്. അത്തരം ഒരു മണ്ഡലത്തിലേക്കാണ് സന്ദീപ് വാര്യർ എത്തുന്നത്. സ്വാഭാവികമായും സംസ്ഥാന തലത്തിൽ തന്നെ അത് വീണ്ടും ഈ തൃക്കരിപ്പൂർ മണ്ഡലം ഉറ്റുനോക്കപ്പെടും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം തന്നെ CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VPP മുസ്തഫ അവിടെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. അരുൺ പൂപ്പറമ്പ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കണ്ണൂരുകാരനാണല്ലോ അരുൺ പൂപ്പറമ്പ. നമ്മളിപ്പോൾ എല്ലാവരുടെ ചോദിക്കുന്നൊരു ചോദ്യം ഇതാ, കാസർഗോഡ് ജോലി സംബന്ധമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ണൂരിൽ കേസ് ഇടയാനാണോ സാധ്യത, വഴങ്ങാനാണോ സാധ്യത? അരുൺ പൂപ്പറമ്പയ്ക്ക് എന്ത് തോന്നുന്നു, കേസിന് അടുത്തറിയാവുന്ന ആളെന്ന നിലയിൽ? അരുൺകുമാർ, സ്വാഭാവികമായും അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, K സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നതിനപ്പുറത്തേക്ക് TO മോഹനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സ്വാഭാവികമായും K സുധാകരൻ ഇടയാനാണ് സാധ്യത. അതിൽ കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നതിനപ്പുറത്തേക്ക് അവിടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ സുധാകരൻ്റെ പക്ഷം ചോദിച്ചില്ല എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. TO മോഹനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, സുധാകരനെ പിന്തുണക്കുന്ന വിഭാഗം അതിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. K സുധാകരനും അത്തരത്തിൽ ഇടയാനാണ് സാധ്യത എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രത്യാഘാതം കണ്ണൂരിലെ, പ്രത്യേകിച്ച് ഇരിക്കൂറിലും പേരാവൂരിലൊക്കെ K സുധാകരൻ അനുയായികൾ ഒട്ടനവധി ഉണ്ട്. പ്രത്യേകിച്ച് ഇരിക്കൂറിലൊക്കെ, അവിടെ മലയോര പ്രദേശങ്ങളിലൊക്കെ K സുധാകരനെ പിന്തുണക്കുന്ന, അതായത് പണ്ട് മുതലേ തന്നെ സുധാകരന് വേണ്ടി എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പേരാവൂരിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും കണ്ണൂരിൽ മാത്രമല്ല, K സുധാകരൻ ഏതെങ്കിലും നിലയിൽ ഇടഞ്ഞ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് നേതൃത്വത്തിനെതിരെയാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പടയൊരുക്കമാണ് നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായും കണ്ണൂർ മണ്ഡലത്തിനൊപ്പം തന്നെ പേരാവൂരിലും ഇരിക്കൂറിലും അത് പ്രതിഫലിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, TO മോഹനെ, സുധാകരൻ്റെ അനുയായിയായിട്ടുള്ളവരെ തഴഞ്ഞുകൊണ്ട് TO മോഹനിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നതും വലിയ പ്രതിഷേധത്തിന്, അല്ലെങ്കിൽ സുധാകരനെ അനുകൂലിക്കുന്നവരിൽ വലിയ പ്രതിഷേധത്തിന് അത് വഴിയൊരുക്കും. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പയും പറഞ്ഞത്.